ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഹലോ, എന്തുണ്ട് ചങ്കുകളെ വിശേഷം? അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു കലത്തപ്പം, ഇന്ന് സ്പെഷ്യൽ നമുക്ക് നോമ്പ് തുറക്കാൻ കലത്തപ്പമാണേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഒരു കപ്പ് നമ്മുടെ പച്ചരി എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു 2-3 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് തേങ്ങ കൊത്താണേ. പിന്നെ വേണ്ടത് ഒരു കപ്പ് ചോറ് വേണേ. പിന്നെ വേണ്ടത് എന്തുവാ, നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞത്. പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഈ കഴുകി വൃത്തിയാക്കിയ ഈ അരി ഉണ്ടല്ലോ, കുതിരാൻ വെച്ച അരി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകവും ഏലക്കായ, ഒരു നുള്ളുപ്പും, പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ, ചോറിടാൻ മറക്കല്ലേ, കുറച്ച് ചോറ്, ആ ചോറ് ഇവിടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണേ. പിന്നെ വേണ്ട നമുക്ക് എന്താ, ശർക്കരയാണ് വേണ്ടത്. ശർക്കരയ്ക്ക് നമ്മൾ ഒരു കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുള്ള, അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് പാനിയാക്കി നമ്മുടെ ഈ മാവ് കൂട്ടിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ഒഴിക്കണേ. ചൂടോടുകൂടി ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ആ മാവിൽ അടിയിൽ പിടിക്കുമ്പോൾ പിടിക്കാതിരിക്കുകയെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ പിടിക്കില്ല. അപ്പോൾ പിന്നെ അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലത്തപ്പം അതിൻ്റേതായ ശരിയായ രീതിയിൽ വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പണ്ട് നമ്മുടെ ഉമ്മച്ച ഉണ്ടല്ലോ, എൻ്റെ ഉമ്മച്ച ഉണ്ട് പണ്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്, ചിരട്ടയപ്പം, കലത്തപ്പം. അപ്പോൾ കലത്തപ്പമാണെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ എന്തോരം ടേസ്റ്റ് എന്നറിയാം കലത്തപ്പം കഴിക്കാൻ. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഞാൻ തൊണ്ടടുത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇതുവരെ എനിക്ക് ആ രുചി കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിനി വേണ്ടത് എന്തുവാ, കുക്കർ വെച്ചിട്ട് നെയ്യൊഴിച്ച് നമ്മുടെ കൊച്ചുള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. ഈ നെയ്യിൽ കിടന്നിട്ട് ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഉള്ളൊരു മണം ഉണ്ടല്ലോ, ആ മണം ഭയങ്കര ഒരു മണമാണ്, നല്ല മണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം. ഇനി നമുക്ക് കുക്കറിൽ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, മാവൂടെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് വിസിലിടേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചിരിക്കണേ, പിന്നെ ലോ ഫ്ലെയിമിലാക്കണം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇനി വേണ്ട എന്താ, എനിക്കൊരു 2 പഴമുണ്ട്, അതിലൊന്ന് ഇന്ന് പഴം നിറച്ചതുകൂടെ ഉണ്ട് നോമ്പ് തുറക്കാൻ. അപ്പോൾ നമുക്കതിൽ പഴമൊക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ കലത്തപ്പം റെഡിയായി വരും. അപ്പോൾ പഴം നിറച്ചതിൽ തേങ്ങ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് മൈദാമാവും അരിമാവും കൂടെ ചേർന്നുള്ള ഇതിൽ മിക്സ് ചെയ്ത് നമ്മുടെ തിളച്ച ഓയിലിൽ പൊരിച്ചെടുക്കുന്നതാണ് പഴം നിറച്ചത്. നമ്മുടെ ഈ പഴം പൊരിയെക്കാട്ടി നല്ലൊരു ടേസ്റ്റാണ് ഈ പഴം നിറച്ചത്. കഴിക്കാൻ തന്നെ ഒരു ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആകെ 2 പഴമേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാം. അപ്പോൾ ഇന്ന് കലത്തപ്പവും പഴംപൊരിയാണേ. അപ്പോൾ കലത്തപ്പം ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം കലത്തപ്പം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു റമദാൻ കരീം